ജപ്പാനിലെ തെക്കൻ സമുദ്രപ്രദേശത്ത് പച്ചപ്പും മഴക്കാടുകളും നിറഞ്ഞൊരു ദ്വീപ്. അതാണ് അമാമി ഒഷീമ ഐലൻഡ്. ഈ ദ്വീപിന്റെ നിശബ്ദതയ്ക്കുള്ളിൽ ഒരുപാട് വർഷങ്ങളായി തുടരുന്ന ഒരു അത്ഭുതകരമായ യുദ്ധമുണ്ട്. ഒരു പാമ്പും ഒരു മംഗൂസും തമ്മിലുള്ള യുദ്ധം. ഈ കഥ തുടങ്ങുന്നത് ഒരു പാമ്പിനോടെയാണ്, അതായത് അമാമി റാബിറ്റ് വൈപ്പർ. നാട്ടുകാർ ഹബു എന്ന് വിളിക്കുന്ന ഈ വിഷമുള്ള പാമ്പ് ദ്വീപിന്റെ രാജാവായി കരുതപ്പെടുന്ന ജീവിയാണ്. അതിന്റെ വിഷം വളരെ ശക്തമാണ്. ഒരിക്കൽ കടിച്ചാൽ മനുഷ്യനെയും വലിയ മൃഗങ്ങളെയും പോലും അപകടത്തിലാക്കാൻ കഴിയുന്ന ശക്തി. പക്ഷേ മനുഷ്യർക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ഹബു പാമ്പുകൾ ഗ്രാമങ്ങളിലേക്കും വീടുകളിലേക്കും കടന്നു വരാൻ തുടങ്ങി. ആളുകൾ ഭയന്നുപോയി. അതിനെ നിയന്ത്രിക്കാൻ ഒരു വഴിയായിരുന്നു വേണ്ടത്. അങ്ങനെ 1900കളുടെ തുടക്കത്തിൽ മനുഷ്യർ ഒരു വലിയ തീരുമാനമെടുത്തു. അവർ പുറത്തുനിന്ന് ഒരു ജീവിയെ കൊണ്ടുവന്നു, സ്മോൾ ഏഷ്യൻ മംഗൂസ്. മംഗൂസ് എന്നത് പാമ്പുകളെ വേട്ടയാടുന്ന ധൈര്യശാലിയായ ജീവിയാണ്. മംഗൂസ് വന്നാൽ ഹബു പോകും എന്നായിരുന്നു മനുഷ്യരുടെ പ്രതീക്ഷ. ഇതൊരു സാധാരണ പാമ്പല്ല. ഇതിന്റെ ഏറ്റവും വലിയ ആയുധം അതിന്റെ വിഷമാണ്. ഹാബുവിന്റെ വിഷം മനുഷ്യന്റെ ശരീരത്തിൽ കടന്നാൽ അത് രക്തത്തെയും പേശികളെയും ബാധിക്കുന്നു. കടിയേറ്റ സ്ഥലത്ത് ശക്തമായ വേദന, വീക്കം, ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ പാമ്പിനെക്കുറിച്ചുള്ള ഭയം ഇവിടെ ഒരു കഥയല്ല, ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ ഭയം മാത്രമല്ല ഹാബുവിനെ പ്രത്യേകമാക്കുന്നത്. അതിന്റെ വേട്ടയാടുന്ന രീതിയാണ് അതിനെ ഒരു അത്ഭുത ജീവിയാക്കുന്നത്. ഹാബു ഒരു ആംബുഷ് പ്രെഡറ്ററാണ്. അതായത് ഇത് ഇരയെ പിന്തുടരുന്നില്ല, കാത്തിരിക്കുന്നു. മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം പോലും ഒരേ സ്ഥലത്ത് നിശ്ചലമായി കിടക്കും. ചുറ്റുപാടുമായി ഒത്തുചേർന്ന് കാടിന്റെ ഒരു ഭാഗം പോലെ മാറി നിൽക്കും. രാത്രിയാണ് ഹാബുവിന്റെ സമയം. ഇരുണ്ടതിൽ അതിന്റെ കണ്ണുകൾ കൂടുതൽ സൂക്ഷ്മമാകുന്നു. ശബ്ദങ്ങൾ കേൾക്കാനുള്ള കഴിവും ചൂട് തിരിച്ചറിയാനുള്ള ശേഷിയും ഇവയൊക്കെ ചേർന്ന് ഇര എവിടെയാണെന്ന് അത് കൃത്യമായി മനസ്സിലാക്കും. അതാണ് ഹാബുവിന്റെ ഭീകരത. ശബ്ദമില്ലാത്ത സാന്നിധ്യം, അപ്രതീക്ഷിതമായ ആക്രമണം. ഇങ്ങനെ ഭീതിയിലായിരുന്നൊരു സമൂഹം ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. ഈ പാമ്പിനെ നിയന്ത്രിക്കാൻ മറ്റൊരു വേട്ടക്കാരനെ കൊണ്ടുവരാം. അങ്ങനെ ദ്വീപിലേക്കെത്തി ഒരു പുതിയ അതിഥി, ഇന്ത്യൻ മംഗൂസ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പാമ്പുകളെ വേട്ടയാടുന്ന ധൈര്യശാലിയായ ഒരു ജീവി, വേഗവും ചാബല്യവും കൊണ്ട് പ്രശസ്തൻ. മനുഷ്യർ വിചാരിച്ചു ഇവൻ വന്നാൽ ഹാബുവിനെ തോൽപ്പിക്കും, ഭയം അവസാനിക്കും. ആ ആശയം കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായി. ഒരു പോരാട്ടം, 2 വേട്ടക്കാരന്മാർ, ഒരു ദ്വീപിന്റെ ഭാവി അതിൽ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ പ്രകൃതി മനുഷ്യന്റെ കണക്കുകൾ പോലെ പ്രവർത്തിക്കുമോ? ഹാബു കൂടുതലായും രാത്രിയിൽ സജീവമാണ്, എന്നാൽ മംഗൂസ് പകൽ സമയത്താണ് കൂടുതൽ സജീവം. അവരുടെ സമയം തന്നെ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ഈ പോരാട്ടം നടക്കുമോ? മനുഷ്യർ കരുതിയതുപോലെ കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് പതുക്കെ മനസ്സിലാകാൻ തുടങ്ങി. മംഗൂസ് ഹാബുവിനെ വേട്ടയാടുമെന്ന് കരുതിയിരുന്നു. എന്നാൽ അത് കൂടുതലായി വേട്ടയാടിയത് ദ്വീപിലെ സ്വദേശി ജീവികളെയായിരുന്നു. ചെറിയ പക്ഷികൾ, അപൂർവ ജീവികൾ, ഭൂമിയിൽ ജീവിക്കുന്ന മറ്റ് നിർദോഷ ജീവികൾ. ഹാബുവിനെ പിടിക്കാൻ പകരം അതിന് എളുപ്പത്തിൽ കിട്ടുന്ന ഇരകളെയാണ് മംഗൂസ് തെരഞ്ഞെടുത്തത്. അതോടെ ഒരു ഭീകര മാറ്റം ആരംഭിച്ചു. അമാമി ഒഷീമയുടെ പ്രകൃതി സമതുലിതാവസ്ഥ തകർന്നു തുടങ്ങി. വർഷങ്ങളായി ഇവിടെ ജീവിച്ചിരുന്ന ചില അപൂർവ ജീവികൾ ഇല്ലാതാകാൻ തുടങ്ങി. അവയുടെ ശബ്ദം മങ്ങിയപ്പോൾ കാടുകൾ കൂടുതൽ നിശബ്ദമായി. ഒരു പരിഹാരമായി വന്ന ജീവി ഒരു പുതിയ ഭീഷണിയായി മാറി. ഇതാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. മനുഷ്യർ പ്രശ്നം എന്ന് കരുതിയ ഹബു ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പരിഹാരമായി കൊണ്ടുവന്ന ഇന്ത്യൻ മംഗൂസ് പ്രകൃതിക്ക് കൂടുതൽ നാശം വരുത്തി. ഇപ്പോൾ ചോദ്യം മാറി, ഹാബുവിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിൽ നിന്ന് മംഗൂസിനെ എങ്ങനെ നിയന്ത്രിക്കാം? അങ്ങനെ അമാമി ഒഷീമയുടെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേയൊരു സത്യമാണ്: പ്രകൃതിയെ നിയന്ത്രിക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അത് തിരിച്ചടിയാകും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.